ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബൈക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് ഫെറാറിസ് മെത്തേഡാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അതെങ്ങനെ അപ്ലൈ ചെയ്യാം, അതിന് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ആദ്യം പറയുന്നത്. എന്നിട്ട് ഞാൻ എക്സാമ്പിളും കാണിച്ചു തരാം, അപ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റായിട്ട് സ്റ്റെപ്പുകളിലേക്ക് പോവാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇതുപോലൊരു ബൈക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെന്ന് എഴുതാം. ശ്രദ്ധിക്കുക, ലീഡിങ് കോഷ്യൻ്റ് 1 ആക്കിയിട്ട് ആയിരിക്കണം. നോർമലി നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസൊക്കെ 1 ആയിട്ട് തന്നെ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ 1 ആക്കാൻ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ എയും ബിയും സിയും ഡിയും കണ്ടുപിടിക്കുക. അതായത് അതിൻ്റെ കോഷ്യൻസ് ഒക്കെ നോട്ട് ചെയ്യാം. ശരിക്കും ഇത് തുടക്കത്തിലൊന്നും ആവശ്യമില്ല, എന്നാലും നോട്ട് ചെയ്ത് വെക്കുകയാണ് നല്ലത്. കാരണം നിങ്ങൾ ഇടയിൽ വെച്ചിട്ട് പിന്നെ എഴുതണ്ടല്ലോ. എയും ബിയും സിയും ഡിയും, അതായത് കോഷ്യൻസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കാം. ലീഡിങ് കോഷ്യൻ്റ് 1 ആണ്, മറക്കണ്ട. പിന്നെ നമ്മൾ മറ്റേ ജനറലായിട്ട് പറഞ്ഞതുപോലെ തന്നെ ഈ ഇക്വേഷന് ഫസ്റ്റത്തെ x⁴ഉം ax³ ലെഫ്റ്റ് സൈഡിൽ നിർത്തുക, ബാക്കിയൊക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഇതായിരിക്കണം രണ്ടാമത്തെ സ്റ്റെപ്പ്. ഫസ്റ്റ് 2 x⁴, ഫസ്റ്റ് 2 എന്ന് പഠിക്കേണ്ട. x⁴ഉം ax³ൻ്റെയും ടേംസ് ലെഫ്റ്റിൽ നിർത്തും, ബാക്കിയുള്ളതെല്ലാം റൈറ്റിലേക്ക് കൊണ്ടുപോകാം. ഇനി ഇത് ബൈഹാർട്ട് പഠിക്കേണ്ട സംഗതിയാണ്. a²/4x² എന്ന ടേം രണ്ട് സൈഡും ആഡ് ചെയ്യുക. അപ്പോൾ എന്താ, അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ a²/4x² എന്ന ടേം രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിന് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് എഴുതുക. അത് നിങ്ങൾക്കത് എഴുതി കഴിഞ്ഞാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എഴുതാൻ വയ്ക്കും. പ്രോബ്ലം കാണിച്ചു തരാം. ഇങ്ങനെ സ്റ്റെപ്പ് പഠിച്ചു വെച്ചാൽ മതി. a²/4x² രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. ഓക്കെ, എക്ക് വാല്യൂ കൊടുത്തിട്ട്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേമും കൂടെ, അതായത് ഇത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ജനറൽ ഫോമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. y × x² + a/2x + y²/4. ഓക്കെ, ഇങ്ങനെ ടേം ലെഫ്റ്റ് സൈഡിലും ആഡ് ചെയ്യണം, റൈറ്റ് സൈഡിലും, ബോത്ത് സൈഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ, a²/4x² ആഡ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിർത്തരുത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എഴുതാൻ നിങ്ങൾക്ക് അപ്പോൾ പറ്റും. അങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നാലാമത്തെ സ്റ്റെപ്പിലേക്ക് വരിക. ഇങ്ങനെ ഒരു ടേം y × x² + a/2x + y²/4. അത് പേടിക്കേണ്ട, അതൊക്കെ പാടെ ബൈഹാർട്ട് പഠിക്കേണ്ടത്. ഇത് ഈ x² + a/2x ഉണ്ടല്ലോ, നിങ്ങളെ തൊട്ട് മുകളിൽ എഴുതിയ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ആ നമ്പറായിരിക്കും ഇത്. ഇപ്പോൾ നിങ്ങളെ തൊട്ട് മുകളിൽ അല്ലെങ്കിൽ x² + 3x² എന്നുള്ള പെർഫെക്റ്റ് സ്ക്വയറാണ് എഴുതി വെച്ചിരിക്കണമെങ്കിൽ അതായിരിക്കും ഈ x² + a/2x. y × x² + 3x + y²/4. നിങ്ങൾ എഴുതിയ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഉള്ളിലത്തെ നമ്പർ അല്ലെങ്കിൽ ഉള്ളിലത്തെ പോളിനോമിയൽ അതായിരിക്കും y × എന്നുള്ള രൂപത്തിൽ വരിക. രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരു പുതിയ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റി എഴുതാം. പുതിയ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാനൊന്നുമില്ല, അതെന്തായിരിക്കും വരിക എന്നറിയുമോ? ഈ x² + a/2x ഉണ്ടല്ലോ, അതായത് ഓൾറെഡി എഴുതിയ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ കൂടെ ഒരു y/2 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉണ്ടാവുള്ളൂ. y ആയിട്ട് തന്നെ വേണം. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് മറക്കണ്ട, ഇങ്ങനെ ഒരു ടേം രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കുക. അഞ്ചാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ RHSക്ക് ഇനി ഫോക്കസ് ചെയ്യാം. അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തൽക്കാലം വേണ്ട, അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് ഇപ്പോൾ അവിടെ ഇരുന്നോട്ടെ. റൈറ്റ് ഹാൻഡ് സൈഡിന് നിങ്ങൾക്കൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലായിട്ട് കിട്ടും. x² ഒരു ടേം ഉണ്ടാവും, വലിയ ടേം ആവും ചിലപ്പോൾ, x-ൻ്റെ ഒരു ടേം ഉണ്ടാവും, പിന്നെ ഒരു നമ്പറും ഉണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ വാല്യൂസ് y ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു കോംപ്ലിക്കേഷൻ ഒന്നും ഫീൽ ചെയ്യില്ല. എന്തായാലും x² ടേം ഉണ്ടാവും, x-ൻ്റെ ടേം ഉണ്ടാവും, പിന്നെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവും. അപ്പോൾ x-ൻ്റെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടും. ഓക്കെ, അതിലത്തെ എയും ബിയും സിയും കാണാം. അതായത് x² കോഷ്യൻ്റ് a, x-ൻ്റെ കോഷ്യൻ്റ് b, നമ്പർ c ആയിട്ട് എയും ബിയും സിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. റൈറ്റ് ഹാൻഡ് സൈഡിന് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഫോമാറ്റിൽ എഴുതുക, എന്നിട്ട് അതിന് എയും ബിയും സിയും കണ്ടുപിടിക്കുക. ഇതാണ് 5 സ്റ്റെപ്പ്. കഴിഞ്ഞില്ല, ഞാൻ 10 സ്റ്റെപ്പായിട്ട് എഴുതിയിരിക്കുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ അത്ര പണിയൊന്നുമില്ലല്ലോ എന്ന് മനസ്സിലാവും. essay ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, ഇനി ഫോം എ ക്യൂബിക് ഇക്വേഷൻ ഇൻ y യൂസിങ് b² - 4ac = 0. നിങ്ങൾ എയും ബിയും സിയും അഞ്ചാമത്തെ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും, എടുത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് b² - 4ac കൊണ്ട് അപ്ലൈ ചെയ്യാം. ബീൻ്റെ സ്ക്വയർ -4 × a × c = 0 എന്നാണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈൻ്റെ ടേംസിലുള്ള ഒരു ക്യൂബിക് ഇക്വേഷനാണ് കിട്ടുക. അതായത് 3rd ഡിഗ്രി ഇക്വേഷനാണ് കിട്ടുക വൈൻ്റെ ടേംസിൽ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ 6th സ്റ്റെപ്പ് കഴിഞ്ഞാൽ വൈൻ്റെ ടേംസിലൊരു ക്യൂബിക് ഇക്വേഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ, ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു സൊല്യൂഷൻ മതി. 3 സൊല്യൂഷൻ ഉണ്ടാവും, 3 എണ്ണം കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനും നിൽക്കണ്ട. അതിനല്ല ഇവിടെ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സൊല്യൂഷൻ, അത് ഇൻസ്പെക്ഷനിലൂടെ കിട്ടുന്നതേ നിങ്ങൾക്ക് തരാൻ ചാൻസ് ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക്
ചിലപ്പോൾ നോക്കിയാൽ തന്നെ കിട്ടും. ചിലപ്പോൾ 1ഉം 2 ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഇൻറ്റിജർ റൂട്ട്സ് കണ്ടുപിടിക്കാനുള്ള വഴി പഠിച്ചിട്ടുണ്ടല്ലോ. ലാസ്റ്റ് കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ ഡിവൈസേഴ്സ് ആയിരിക്കും സൊല്യൂഷൻസ് എന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഡിവൈസേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്ററും കയ്യിലുണ്ടല്ലോ, 0 കിട്ടുന്നതായിരിക്കും സൊല്യൂഷൻ. അപ്പോൾ അങ്ങനത്തെ തരുള്ളൂ, നിങ്ങൾക്ക് പേടിക്കേണ്ട. അപ്പോൾ അത് വെച്ചിട്ട് എനി വൺ സൊല്യൂഷൻ, ഒരൊറ്റ സൊല്യൂഷൻ ആ ക്യൂബിക് ഇക്വേഷൻ്റെ കണ്ടുപിടിക്കാം. ഞാൻ പറയും ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊരു ഇരുന്ന് ആലോചിക്കേണ്ട സ്റ്റെപ്പ് ഇതായെന്ന് പറയും ഞാൻ, 7ാമത്തെ. ശരി, അപ്പോൾ അങ്ങനെ സൊല്യൂഷൻ കിട്ടി എന്ന് കരുതാം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻ്റെ വാല്യൂ, അപ്പോൾ ഒരു y = 2 എന്ന സൊല്യൂഷൻ കിട്ടിയെന്ന് കരുതാം. ആ വൈൻ്റെ വാല്യൂ നമ്മളെ എവിടെ നിന്ന് വൈ തുടങ്ങിയ അറിയോ? ഈ റൈറ്റ് ഹാൻഡ് സൈഡിനെ പെർഫെക്റ്റ് സ്കോർ ആക്കാനാണ്. ആ റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടല്ലോ, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലൊക്കെ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടാവും. ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇട്ട് കൊടുക്കുക കിട്ടിയ വൈൻ്റെ വാല്യൂ. y = 2 എന്നുള്ളത് ആ റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ആ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ വൈൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, x² x പിന്നെ ഒരു നമ്പർ, പിന്നെ ഒക്കെ വൈൻ്റെ വാല്യൂ കൂടെ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് കിട്ടുക. അതിനെ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് സ്കോർ ആക്കി എഴുതാൻ പറ്റും, ഷുവറാണ്. നിങ്ങൾ കണ്ടുപിടിച്ച വൈൻ്റെ വാല്യൂ കറക്റ്റ് ആണെങ്കിൽ ഇനി നിങ്ങൾക്ക് ആ വൈൻ്റെ വാല്യൂ കൊടുത്താൽ ആ റൈറ്റ് ഹാൻഡ് സൈഡിനെ പെർഫെക്റ്റ് സ്കോർ ആക്കി മാറ്റി എഴുതാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ റൈറ്റ് ഹാൻഡ് സൈഡും കൂടെ പെർഫെക്റ്റ് സ്കോർ ആയി മാറിയല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 2 പെർഫെക്റ്റ് സ്കോറും, അതായത് ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഒരു പെർഫെക്റ്റ് സ്കോർ ആയിട്ടുണ്ടാവും, അതിൽ y ഉണ്ടാവും കേട്ടോ, ആ വൈൻ്റെ വാല്യൂ കൊടുക്കണേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡും പെർഫെക്റ്റ് സ്കോർ ആയിട്ടുണ്ടാവും, റൈറ്റ് ഹാൻഡ് സൈഡും പെർഫെക്റ്റ് സ്കോർ ആയിട്ടുണ്ടാവും. ആ 2 പെർഫെക്റ്റ് സ്കോറും കൂടെ ഇക്വേറ്റ് ചെയ്യുക. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരു സം a², റൈറ്റ് ഹാൻഡ് സൈഡ് സം b² ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോലെ സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് +b ആവും അല്ലെങ്കിൽ -b ആവുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് 2 ക്വാഡ്രാറ്റിക്, ഓക്കെ, രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. 2 പെർഫെക്റ്റ് സ്ക്വയർസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് 2 ക്വാഡ്രാറ്റിക്, ശ്രദ്ധിക്കുക, 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ആ 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അത് നമുക്കറിയാം, -b + or -√b² - 4ac/2a എന്ന ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2 2 4 സൊല്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടും. അതായിരിക്കും നിങ്ങളുടെ ഫൈനൽ ആൻസർ. 10 സ്റ്റെപ്പായിട്ടൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ റിമാർക്കായിട്ട് പറയാനുള്ളത്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, നിങ്ങളുടെ ഈ 7ാമത്തെ സ്റ്റെപ്പിൽ കഴിവ് തെളിയിക്കാനൊന്നും പോകണ്ട, ഒരൊറ്റ സൊല്യൂഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് ക്യൂബിക് ഇക്വേഷനിലെ. ഓക്കെ, ഓൺലി 1 സൊല്യൂഷൻ ഓഫ് ക്യൂബിക് ഇക്വേഷൻ ഇൻ സ്റ്റെപ്പ് 6 ഈസ് നീഡഡ്. ഒരെണ്ണം മതി. അപ്പോൾ ഓരോ സൊല്യൂഷൻ കാണുമ്പോഴും നിങ്ങൾക്ക് ഓരോ രീതിയിൽ പെർഫെക്റ്റ് സ്കോർ ആക്കാൻ പറ്റില്ല, അപ്പോൾ ഓരോ സെറ്റ് സൊല്യൂഷൻസ് കിട്ടില്ല, അങ്ങനെ തോന്നലൊന്നും വേണ്ട. നിങ്ങൾ ഒരാൾ കണ്ടുപിടിച്ച സൊല്യൂഷൻ അല്ല വേറൊരാൾക്ക് കിട്ടിയ 3 സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ, 3 എണ്ണം കിട്ടിയെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരേ സെറ്റ് സൊല്യൂഷൻസ് തന്നെ വരുള്ളൂ. ഓക്കെ, അല്ലാതെ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് സൊല്യൂഷൻസ് മൊത്തം ഓരോ സൊല്യൂഷനും ഓരോ വൈ വാല്യൂവിനും 3 എണ്ണം ഉണ്ടാവുമെന്നല്ലേ പറഞ്ഞത്, ഓരോ വൈ വാല്യൂവിനും 4 എണ്ണം വീതം സൊല്യൂഷൻസ് കിട്ടുകയാണെങ്കിൽ 12 സൊല്യൂഷനൊക്കെ ഉണ്ടാവും. ഒന്നും പോസിബിൾ അല്ല. ഒരെണ്ണം കിട്ടിയാൽ മതി, അതുകൊണ്ട് കിട്ടുന്ന സൊല്യൂഷൻ തന്നെ ബാക്കിയുള്ള ഇതിൻ്റെയും കൊണ്ട് നമുക്ക് സൊല്യൂഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. സോ ഒരെണ്ണം കണ്ടുപിടിക്കാനുള്ള ശ്രമം മതി. ശരി, അത് കിട്ടിയാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പോൾ ഇതൊക്കെ മനസ്സിലാവും. ഈ ഒരു ബൈക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. x⁴ -2x³ -12x² + 10x + 3 = 0 ബൈ ഫെറാരീസ് മെത്തേഡ് എന്ന് മിക്കപ്പോഴും നിങ്ങൾക്ക് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് ഉണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, ഫെറാരീസ് മെത്തേഡ് വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? എ എന്താണ്, ബി എന്താണ്, സി എന്താണ്, ഡി എന്താണ് തെറ്റാതെ എഴുതാം. ശ്രദ്ധിക്കുക, ലീഡിങ് കോഷ്യൻ്റ് 1 ആയതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് എയും ബിയും സിയും ഡിയും എഴുതിയിട്ടുള്ളത്. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ശ്രദ്ധിക്കുക, x⁴ൻ്റെയും x³ ടേംസ് അതേപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിർത്തുക, ബാക്കിയുള്ളതൊക്കെ റൈറ്റിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ സൈനൊക്കെ മാറ്റേണ്ടി വരും. -12x² + 12x² ആയി, +10x -10x ആയി, +3 -3 ആയി. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു. ഇനി a²/4x² എന്ന ടേം 2 സൈഡിലും ആഡ് ചെയ്യുക. അതിന് a എന്താ? -2 ആണ്. അപ്പോൾ a²/4 എന്താ? -2² എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ a²/4x² എന്ന് പറഞ്ഞാൽ 1x². അപ്പോൾ ഞാൻ 1x² എന്ന ടേം ലെഫ്റ്റിലും ആഡ് ചെയ്തിട്ടുണ്ട്, റൈറ്റിലും. അത് ഞാൻ റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. 1x² എന്ന ടേം ലെഫ്റ്റിലും ആഡ് ചെയ്തിട്ടുണ്ട്, റൈറ്റിലും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഒന്ന് നോക്കി നോക്കൂ, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് തല പോക്കാണ് നിൽക്കണ്ട. x⁴ റൂട്ട് എന്താ? x². ഇനി x² റൂട്ട് എന്താ? x. അതാലോചിച്ചാൽ അതിൻ്റെ ഇടയത്തൊക്കെ ഇപ്പോൾ ഇങ്ങനെ a-b² ഒക്കെ ആവുക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട. നിങ്ങൾ ഇത് ചെയ്തൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ x⁴ x², x² x. ഓക്കെ, ഇവിടെ ശരിക്കും a/2x ആണ് കേട്ടോ.
ഇവിടെ വരേണ്ടത്. ഇവിടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ആയതുകൊണ്ടാണ് a/2 പറഞ്ഞു കഴിഞ്ഞാൽ -1 -x വന്നത്. ഓക്കെ, ഇത് ജനറലായിട്ട് പറയുകയാണെങ്കിൽ x² + a/2x ആണ് ഹോൾ സ്ക്വയർ ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ വന്നിട്ടുള്ളത്. x² - x ഹോൾ സ്ക്വയർ അതാണ് നിങ്ങൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ഈക്വൽ ടു ഇവിടെ ഒന്നും ചെയ്യാനില്ല. 1x² 12x² കൂട്ടിയിട്ട് 13x² ആക്കിയിട്ടുണ്ട്. -10x -3. ശരി, മൂന്നാമത്തെ സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു. a²/4x² രണ്ട് സൈഡിലും ആഡ് ചെയ്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ മാത്രം പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റി. ഇതിനെ നിങ്ങൾ ആക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, നടക്കില്ല. നടക്കുന്ന കേസ് ഉണ്ടാവും കേട്ടോ. ശരി, ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? വലിയൊരു ടേം ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യൽ. y × x² + a/2x + y²/4 രണ്ട് സൈഡിലും ആഡ് ചെയ്യണം. അപ്പോൾ ഇത് ഇത്രയും വലിയ ടേം അല്ലേ, കാണാതെ പഠിക്കണം. നിങ്ങൾ ഒന്ന് a/2x ഒന്ന് ചെയ്ത് നോക്കാം. y ഒന്നും നടക്കില്ല. a/2 പറഞ്ഞാൽ എന്താ വരിക? a എന്ന് പറഞ്ഞാൽ -2 ആണ്. a/2 പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ് വരിക. അപ്പോൾ y × x² -1x, അതായത് -x + y²/4. ഈ y-യും ഈ y²/4ഉം ഫിക്സഡാണ്. അത് നാലാമത്തെ സ്റ്റെപ്പിൽ എപ്പോഴും നിങ്ങൾ ഈ y-യും y²/4 ഇവിടെ ഉണ്ടാവും. ഈ x² - x മാറുള്ളൂ. അത് വേറൊന്നുമല്ല, ഇവിടുത്തെ നിങ്ങളുടെ ഞാൻ പറഞ്ഞു തൊട്ട് മുന്നേ പറഞ്ഞ സ്റ്റെപ്പുകൾ പറഞ്ഞപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതിയ ആ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എഴുതിയില്ലേ, ആ നമ്പറായിരിക്കും അല്ലെങ്കിൽ ആ ഒരു പോളിനോമിയലായിരിക്കും y. അത് നിങ്ങൾ ഇത് കാണാപ്പാടം പഠിക്കേണ്ട. y × ഈ ടേം + y²/4 അതാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ y × x² - x + y²/4 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സ്ഥലമല്ല, അതുകൊണ്ടാണ് ഞാൻ അടുത്ത വരിയിലേക്ക് എഴുതി കേട്ടോ. ശരി, അപ്പോൾ കുഴപ്പമില്ലല്ലോ. ഇനി നിങ്ങൾ ഇതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എഴുതുക. ഞാൻ പറഞ്ഞു ഇത് a² + 2ab + b² എന്ന ഫോമാറ്റിലായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരുപാട് കൺസേൺ ആവേണ്ട അതിനെ പറ്റിയിട്ട്. എയുടെ സ്ഥാനത്തുള്ളത് ഓൾറെഡി നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി വെച്ച സാധനം x² - x. ബിയുടെ സ്ഥാനത്തുള്ളത് y²/4 ആണ്. അപ്പോൾ b². അപ്പോൾ b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? y/2 ആയിരിക്കും. അതെപ്പോഴും y/2 തന്നെ ആയിരിക്കും ഈ ടേം. x² - x + y/2. ഇത് ആദ്യം പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയത് ആദ്യം എഴുതി കൊടുക്കുക, പ്ലസ് ഒരു y/2 ഹോൾ സ്ക്വയർ. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ പെർഫെക്റ്റ് സ്ക്വയർ. ഇതിപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴൊന്നും. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നോക്കി നോക്കാം. അതായത് ഒരു y × x² - x ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, + y²/4. അത് y × x² - x ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? അത് yx² ആവും. y × -x ചെയ്ത് കഴിഞ്ഞാൽ -xy അല്ലേ, അല്ലെങ്കിൽ -yx. ശരി, ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ എന്താ? അതിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം അല്ലേ. ഇവിടെ ഒരു 13x² ഉണ്ട്, yx² ഉണ്ട്. അപ്പോൾ 13x² + yx², x² ടേംസ് കഴിഞ്ഞേ. ഇനി -10x ഉണ്ട്, പിന്നെ ഒരു -yx ഉണ്ടാവും, ബ്രാക്കറ്റ് പൊളിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ -10x -yx, എക്സിൻ്റെ ടേംസും കഴിഞ്ഞു. ഇനി എക്സ് ഒന്നും ഇല്ലാത്ത ടേംസ് പറഞ്ഞാൽ ഒരു y²/4 ഉണ്ട്, പിന്നെ ഒരു -3 ഉണ്ട്, എക്സ് ഇല്ലാത്ത ടേംസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി. നാലാമത്തെ സ്റ്റെപ്പ് ശരിക്കും ഇവിടെ നോക്കേണ്ട കാര്യമില്ല. നാലാമത്തെ സ്റ്റെപ്പിലും നമ്മൾ മെയിനായിട്ട് കൊടുത്തത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാനായിരുന്നു. ഈ ടേം കൊണ്ട് ആഡ് ചെയ്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റി എഴുതാന്നുള്ളായിരുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിലും പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റലാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്. നാലാമത്തെ സ്റ്റെപ്പിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റലാണ്. ശരി, ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. അഞ്ചാമത്തെ സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ശ്രദ്ധിക്കുക. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മളിത് കഷ്ടപ്പെട്ട് x² ടേംസ്, എക്സിൻ്റെ ടേംസ്, എക്സ് ഇല്ലാത്ത ടേംസ് മാറ്റി എഴുതിയിട്ടുണ്ട്. ആ റൈറ്റ് ഹാൻഡ് സൈഡിനെ നമ്മൾ ഒന്നും കൂടെ എടുത്ത് എഴുതാം. റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരുന്നു? 13x² + yx² -10x -yx + y²/4 -3. അതിനൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാക്കി മാറ്റുക. ഒന്നൊരു പണിയില്ല, x² ഉള്ള ടേംസിൽ നിന്ന് x² പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്താവും? 13 + y x² ആവും. എക്സ് ഉള്ള ടേംസിൽ നിന്ന് എക്സ് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്താവും? -10 - y. നന്നാക്കിയിട്ട് -10 + y എന്ന് എഴുതി. നിങ്ങൾ -10 - y എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ പ്ലസ് ആക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം. -10 - y. അപ്പോൾ അത് രണ്ടിൽ നിന്ന് മൈനസ് ചെയ്യാൻ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ 10 + y ആവും. എക്സ് പുറത്ത് 10 + y x. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആക്കാനുള്ള കഷ്ടപ്പാടാണ്. +y²/4 -3. ഇപ്പോൾ നോക്കി നോക്കും, x² ഒരു ടേം, എക്സിൻ്റെ ഒരു ടേം, പിന്നെ എക്സ് ഇല്ലാത്തൊരു ടേം. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് എക്സ് ആയില്ലേ. സോ അതൊന്ന് എ എഴുതാം. എ എന്താണ്? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. വൈ ഉണ്ടാവും കേട്ടോ. ബി എഴുതാം, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് -10 + y. സി എഴുതാം, എക്സ് ഇല്ലാത്ത ടേം, എക്സ് ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. എയും ബിയും സിയും കിട്ടി. ഇതായിരുന്നു അഞ്ചാമത്തെ സ്റ്റെപ്പ്. ക്വാഡ്രാറ്റിക് പോളിനോമിയലാക്കി എഴുതുക, എയും ബിയും സിയും കണ്ടുപിടിക്കുക. ഇനി നമ്മൾ പറഞ്ഞിരുന്നു ഈ RHS എച്ച് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ അല്ലേ.
RHS ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവുക എപ്പോഴാണ്? B² - 4AC 0 ആകുമ്പോഴാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതുപോലെ കാണാപ്പാഠം പഠിച്ച് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ B² - 4AC = 0 എന്നുകൊണ്ട് എഴുതി കൊടുക്കാൻ പോവുക. അതിൽ B നമ്മുടെ കയ്യിലുണ്ട്, A നമ്മുടെ കയ്യിലുണ്ട്, C നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ B² - 4AC = 0 ആകുമ്പോൾ മാത്രമേ നമുക്ക് ഈ RHSനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് B² - 4AC = 0 എന്ന് എഴുതി കൊടുക്കുക. ബിയുടെ വാല്യൂ -10 + y. അത് +10 + y എന്ന് എഴുതിയാലും മാറ്റമൊന്നും ഉണ്ടാവില്ല, സ്ക്വയർ അല്ലേ. -10 + y ഹോൾ സ്ക്വയർ -4 × A എന്താ 13 + y × B എന്താ y²/4 -C എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, C അല്ല അല്ലേ, 3 ആണ്. ഓക്കെ, y²/4 -3. നമുക്ക് പറ്റാവുന്നിടത്തോളം സിംപ്ലിഫൈ ചെയ്യാം. 10 + y ഹോൾ സ്ക്വയർ ഈ മൈനസ് ഇനി മൈൻഡ് ചെയ്യേണ്ട കേട്ടോ, സ്ക്വയർ അല്ലേ പോയിക്കോളും. 10 + y ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A + b ഹോൾ സ്ക്വയർ വെച്ചിട്ട് ചെയ്തിട്ട് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. A + b ഹോൾ സ്ക്വയർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? y-ൻ്റെ സ്ക്വയർ y² + 2 × AB 2 × y × 10 20y + 10ൻ്റെ സ്ക്വയർ 100. ഇത് A + b ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തു. മൈനസ് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന എന്താ? y²/4 -3 അല്ലേ. ഇവിടെ ഫ്രാക്ഷൻ്റെ സബ്ട്രാക്ഷൻ ചെയ്യാം. y² - 4 × 3 12 all/4 വരും. ഓക്കെ, അപ്പോൾ all/4 ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ആ ഫ്രാക്ഷൻ സബ്ട്രാക്ഷൻ മാത്രമേ ഈ സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളൂ. ഈ A + b ഹോൾ സ്ക്വയർ, ഈ A + b ഹോൾ സ്ക്വയർ y² + 20y + 100 ഞാനൊന്നും മാറ്റിയില്ല. ഈ 4നെയും താഴത്തെ 4നെയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ബ്രാക്കറ്റ് പൊളിക്കാം. അതായത് 13 + y ഉണ്ട്, y² - 12 ഉണ്ട്. 13 × y², 13y². 13 × -12 -156. y × y² + y³ y × -12 -12y. ബ്രാക്കറ്റ് വേണം കേട്ടോ, ഇവിടെ മൈനസ് ഉണ്ട്, അത് അല്ലെങ്കിൽ പണി തരും. =0. ഇനി നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ശ്രദ്ധിക്കുക. 6th സ്റ്റെപ്പിൽ നമുക്കൊരു ക്യൂബിക് ഇക്വേഷൻ കിട്ടണം. ഓക്കെ, ഇനി നമുക്ക് ബ്രാക്കറ്റ് പൊളിക്കാം അല്ലേ. y² + 20y + 100 ഇവിടെ ഇരുന്നോട്ടെ. ബ്രാക്കറ്റ് പൊളിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു y³ ഉണ്ട്, അത് -y³ ആവും. വലിയ പവറുള്ള ആൾ ആദ്യം വന്നോട്ടെ. പിന്നെ ഒരു -13y² ഉണ്ട്. പിന്നെ -12y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +12y ആവും. പിന്നെ -156 പറഞ്ഞാൽ +156 = 0. നമുക്ക് നന്നാക്കി എഴുതാം. അതായത് ക്യൂബിക് ഇക്വേഷനായിട്ട് -y³ ആദ്യം കൊണ്ടുവന്ന് എഴുതി. ഇനി y³ ടേംസ് ഒന്നുമില്ല. ഇനി y² ടേംസ് ഏതൊക്കെയാണ്? ഒരു +y² ഉണ്ട്, -13y² ഉണ്ട്, -12y². ഇനി y-ൻ്റെ ടേംസ് ഒരു 20y ഉണ്ട്, 12y ഉണ്ട്, +32y. 100 ഉണ്ട്, 156 ഉണ്ട് അല്ലേ. അപ്പോൾ +256 = 0. നമുക്കൊരു ഭംഗിക്കുറവുണ്ട് അല്ലേ, -y³ വന്നുകൊണ്ട്. അപ്പോൾ എല്ലാം സൈൻ മാറ്റി കൊടുക്കാം. +y³ +12y² -32y -256 = 0. ഈ ക്യൂബിക് പോളിനോമിയൽ, ക്യൂബിക് ഇക്വേഷനാണ് നമ്മുടെ റിസോൾവൻറ്റ്. ഓക്കെ, അപ്പോൾ അതായത് ഇതിൻ്റെ സൊല്യൂഷനാണ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് നമ്മുടെ റിസോൾവൻ്റ് ആയിട്ടുള്ള ക്യൂബിക് ഇക്വേഷൻ. ഓക്കെ, ഇതായിരുന്നു 6th സ്റ്റെപ്പ്. പേടിക്കേണ്ട, കഴിഞ്ഞു. 4 സ്റ്റെപ്പും കൂടെ, ഇനിയും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ റിസോൾവൻ്റ് എഴുതി. അതായത് y³ + 12y² -32y -256 = 0. ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് കാർഡൻസ് ഫോർമുലയൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ ലെങ്ത് ആയതുകൊണ്ട് ഇൻസ്പെക്ഷനാണ് നല്ലത്. അങ്ങനെ കിട്ടുന്ന ക്വസ്റ്റിനെ നിങ്ങൾക്ക് തരാൻ അത്രയും ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് വിശ്വസിക്കുക. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും 1ഉം 2 ഒക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് 256ൻ്റെ സൊല്യൂഷൻ ഡിവൈസേഴ്സ് ഒന്ന് ലിസ്റ്റ് ചെയ്യാം. 256 ഡിവൈസേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 4 പിന്നെ 8 ഒക്കെ വരുന്നത്. പിന്നെ നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിൽ -1, -2, -4. ഈ റേഞ്ചിനകത്തുള്ളതൊക്കെ തന്നെ വരുള്ളൂ നിങ്ങൾക്ക്. അല്ലാതെ ഇങ്ങനെ വൈകുന്നേരം വരെ ചെക്ക് ചെയ്യാനൊന്നും തരില്ല. ഓക്കെ, പ്രാക്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ തരില്ല. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഏതൊക്കെ കാൽക്കുലേറ്ററും കൂടെ ഉള്ളതല്ലേ, ജസ്റ്റ് വാല്യൂസ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കുക. =0 ആരാണോ തരുന്നത് എന്നിട്ട് അതന്നെ എഴുതി കൊടുത്താൽ മതി. ബൈ ഇൻസ്പെക്ഷൻ -4 is a റൂട്ട്. ഇത് -4 റൂട്ടാണെന്ന് എനിക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ സൊല്യൂഷൻ നോക്കിയതുകൊണ്ട് -4 റൂട്ടാണ് ഞാൻ ജസ്റ്റ് ബൈ ഇൻസ്പെക്ഷൻ -4 is a റൂട്ട്. നിങ്ങൾക്ക് ഇതുപോലെ കാൽക്കുലേറ്റർ ചെക്ക് ചെയ്തപ്പോൾ -4 റൂട്ടായി കിട്ടിയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് എഴുതി കൊടുക്കുക. ബൈ ഇൻസ്പെക്ഷൻ -4 is a റൂട്ട്. -4 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ =0 കിട്ടും. അപ്പോൾ y = -4 is a സൊല്യൂഷൻ. അല്ലെങ്കിൽ -4 is a സൊല്യൂഷൻ എന്തായാലും കിട്ടി. ഇതാണ് നമ്മുടെ 7th സ്റ്റെപ്പ്. ശരി, ടാസ്ക് ആണെന്ന് അറിയാം. അഥവാ കിട്ടാൻ വൈകിയാലോ, കിട്ടാൻ വൈകില്ല എന്ന് തന്നെ വിശ്വസിക്കുക, എന്നിട്ട് ചെയ്യാം. കാരണം അതിനും കൂടെ സമയം ഉണ്ടാവില്ല.
വൈകൾ ഒരു സൊല്യൂഷൻ കിട്ടി, അവിടെ നിർത്താം. ഈ 3 4 സൊല്യൂഷനൊന്നും കണ്ടുപിടിക്കാൻ പോകണ്ട. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സൊല്യൂഷൻ ഏതിലിട്ട് കൊടുക്കുക, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 4ാമത്തെ സ്റ്റെപ്പിൽ ചെയ്ത ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നില്ലേ, ഇക്വേഷൻ നമ്പർ 1. ഇതാണ് മെയിൻ ഇക്വേഷൻ. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരു സ്ക്വയർ ആക്കി നിർത്തിയിട്ടുള്ള ഇതിലല്ല, നമുക്ക് വേണമെങ്കിൽ ഇതിലാദ്യം കൊടുക്കാം, ഇതാവും നല്ലത്. ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാനുള്ള നമ്മുടെ ലക്ഷ്യം. ഇത് ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുക, ഈ റൈറ്റ് ഹാൻഡ് സൈഡിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ. അപ്പോൾ ഇതിനകത്ത് y വാല്യൂ ഇട്ട് കൊടുക്കുക. അതായത് ഈ കാണുന്ന വൈൻ്റെ സ്ഥാനത്തൊക്കെ -4 കൊടുക്കുക. നമ്മുടെ ഇതായിരുന്നു നമ്മുടെ 13 + y x സ്ക്വയർ 13 + y x സ്ക്വയർ -10 + y x + y സ്ക്വയർ / 4 -3ൽ y = -4 കൊടുക്കുക. ഇവിടെ -4 കൊടുത്താൽ എന്താവും, 13 - 4 9x സ്ക്വയർ -4 ഇവിടെ കൊടുത്താൽ 10 - 4 6 ആവും, -6x പ്ലസ് ഇവിടെ -4 കൊടുത്താൽ -4ൻ്റെ സ്ക്വയർ / 4 4 ക്യാൻസലായി പോയി -3, അപ്പോൾ 1 വരും. അപ്പോൾ 9x സ്ക്വയർ -6x + 1 ഇതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റണം. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് തരില്ല. ഇതെങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുക, 9x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3xൻ്റെ ഹോൾ സ്ക്വയർ ആണ്. -6x അവിടെ നിന്നോട്ടെ, 1 എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയറുമാണ്. അപ്പോൾ ഫസ്റ്റത്തെ a സ്ക്വയർ ലാസ്റ്റത്തെ b സ്ക്വയർ ആയിട്ട് അസ്യൂം ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇവിടെ മൈനസും അല്ലേ, 3x - 1 ഹോൾ സ്ക്വയർ ആണ് എന്നിട്ട് കരുതുക. ജസ്റ്റ് നിങ്ങൾക്ക് ബ്രാക്കറ്റ് പൊളിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. 3xൻ്റെ ഹോൾ സ്ക്വയർ 9x സ്ക്വയർ വരും, പ്ലസ് -1ൻ്റെ സ്ക്വയർ +1 വന്നു. 2ab ചെയ്ത് നോക്കിയത് 2 × 3x × 1 6x വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ 8ാമത്തെ സ്റ്റെപ്പിൽ വൈയുടെ വാല്യൂ കൊടുത്തിട്ട് നിങ്ങൾ ആ റൈറ്റ് ഹാൻഡ് സൈഡായിട്ട് കിട്ടിയ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഉണ്ടല്ലോ അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റി എഴുതുക ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1ൽ ഇക്വേഷൻ നമ്പർ 1 ഇതിവിടെ വെച്ചിട്ടാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ ഒഴിവാക്കിയത്. ഇക്വേഷൻ നമ്പർ 1ൽ ഈ സൈഡിൽ നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റിയല്ലോ, ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റിയിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. ഇവിടെ അതെ വൈൻ്റെ വാല്യൂ -4 കൊടുത്തിട്ട് എഴുതാം. അപ്പോൾ എന്താവും, x സ്ക്വയർ -x വൈയുടെ വാല്യൂ ഇവിടെ -4 കൊടുത്തു കഴിഞ്ഞാൽ -4/2 -2 ആവും. അപ്പോൾ x സ്ക്വയർ -x -2 ഹോൾ സ്ക്വയർ = 3x - 1 ഹോൾ സ്ക്വയർ. സോ സ്ക്വയർ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ x സ്ക്വയർ -x -2 ഒന്നുകിൽ 3x - 1 അല്ലെങ്കിൽ x സ്ക്വയർ -x -2 -3x - 1. രണ്ട് രീതിയിൽ എഴുതാമല്ലോ, സ്ക്വയർ കൊണ്ടുപോകുമ്പോൾ +or- ആവുമല്ലോ. അതായത് ഇവിടെയും നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും, ഇവിടെയും വേറൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഞാൻ സിംപ്ലിഫൈ ചെയ്ത് കാണിച്ചു തരാം. ഒരു സൈഡാണ് കേട്ടോ ഇത്. x സ്ക്വയർ -x -2 3x - 1 ആണെങ്കിൽ 3x കൊണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താവും, -xഉം -3xഉം ചേർന്നിട്ട് -4x -2ഉം ഈ -1 കൊണ്ടുവന്നു കഴിഞ്ഞാൽ +1, അപ്പോൾ -2 + 1 -1. ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. ഇനി x സ്ക്വയർ -x -2 -3x - 1 ആണല്ലോ അല്ലേ, -3x - 1 അല്ലേ. ബ്രാക്കറ്റ് പൊളിച്ച് കഴിഞ്ഞാൽ -3x + 1 ആവും അത്. ഇനി ഇതിന് ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ -3xഉം -xഉം -3x കൊണ്ടുവന്നാൽ +3x ആവും, -xഉം +3xഉം +2x ആവും. -2 + 1 കൊണ്ടുവന്നു കഴിഞ്ഞാൽ -1, അപ്പോൾ -3 = 0. ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും കിട്ടും. അപ്പോൾ 2 ഡിഫറൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി. -b + or - √b² - 4ac വെച്ചിട്ട് സോൾവ് ചെയ്യുക. എക്സിന് ഇതൊന്നും ഞാൻ പറഞ്ഞു തരില്ല, അത് നിങ്ങൾ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് 2 + √5 2 - √5 എന്ന് പറഞ്ഞിട്ട് 2 വാല്യൂസ് കിട്ടും. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് 1 3 അങ്ങനെ 2 സൊല്യൂഷൻ കിട്ടും. അപ്പോൾ എത്രണ്ണായി ടോട്ടൽ, 4 സൊല്യൂഷൻസായി. ബൈ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്, 4 സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. സോ കൺക്ലൂഡ് ചെയ്യുക, ദെർഫോർ സൊല്യൂഷൻസ് ആർ 2 + √5 2 - √5 1 3. ഇവിടെ 3 എന്ന് എഴുതിയല്ലേ, സോറി -3 ആണ്. ഓക്കെ, അപ്പോൾ ഫെറാറിസ് മെത്തേഡിന് ഒരു എക്സാമ്പിളൂടെ ഞാൻ കാണിച്ചു തരാം. പ്രാക്ടീസ് ചെയ്യുക, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്, പ്രോബ്ലമാണ്.